ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത്. വേദം പോലെ തന്നെ വേദകാലഘട്ടം പോലെ തന്നെ ഒരുമിച്ച് ആവിർഭവിക്കുകയും വികാസമാകുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയാണ് ജ്യോതിശാസ്ത്രം. വേദചക്ഷുസ്, വേദത്തിൻ്റെ കണ്ണുകളാണ് എന്നാണ് ജ്യോതിഷത്തിനെ പൊതുവെ ജ്യോതിശാസ്ത്രത്തിനെ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിൽ ഒരു ജീവനും സമ്പൂർണ്ണമായിട്ട് സുഖമനുഭവിക്കുന്നതും സമ്പൂർണ്ണമായിട്ട് ദുഃഖമനുഭവിക്കുന്നതായിട്ടില്ല. ഈ ജീവിതചര്യയിലിടയ്ക്ക് സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ളൊരു ജീവിതം ആണ് ഓരോ ജീവാംശങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന അവസ്ഥ കർമ്മബന്ധങ്ങളുടെ ബാക്കി പത്രം എന്നോണം ഒരു ജീവൻ ഒരു ശരീരം സ്വീകരിച്ച് ആ ശരീരം സ്വീകരിക്കുന്ന സമയം ആ ജീവനെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ആ ജീവൻ സ്വീകരിക്കുന്ന സമയം മുതൽ, അല്ലെങ്കിൽ ആ സമയത്ത് സൂര്യാദിഗ്രഹങ്ങളുടെ സ്ഥിതി, അതുപോലെ തന്നെ ആനുകാലികമായിട്ട് ഈ സൂര്യാദിഗ്രഹങ്ങളിൽ വരുന്ന ഗ്രഹചാരങ്ങളുടെ പ്രത്യേകതകൾ, ഇതെങ്ങനെ ഓരോ ജീവനെയും സ്പർശിക്കുന്നു, ഓരോ ജീവനെയും ബാധിക്കുന്നു, ഇതെങ്ങനെ സുഖദുഃഖങ്ങളായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നു, ഇത് ഭാരതീയ ആചാര്യന്മാരെ വളരെയധികം വിരുത്തി ചിന്തിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അനവധി ആൾക്കാർ ഇന്ന് കാണുന്ന ഗവേഷണം പോലെയൊന്നുമല്ല, അന്ന് തപസ് എന്ന് പറഞ്ഞാൽ ഗവേഷണം തന്നെയായിരുന്നു. ഗവേഷണം എന്ന് പറയുന്നത് തപസ്സായിരുന്നു. അനവധി ആചാര്യന്മാർ തപസ്സിലൂടെ ആർജിച്ചെടുത്ത ഒരു അറിവിൻ്റെ ഭണ്ഡാരം ആണ് ജ്യോതിശാസ്ത്രം. ഈ ജ്യോതിശാസ്ത്രം നമ്മൾ പറഞ്ഞതുപോലെ ഓരോ ജീവൻ്റെയും സുഖദുഃഖങ്ങൾ എങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നു, എന്താണ് അതിൻ്റെ കാരണം എന്ന് പരിശോധിക്കുന്ന ഒരു ശാസ്ത്രശാഖയായിട്ട് വളരുകയാണ്. ഈ ജ്യോതിഷം അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് എൻ്റെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ടൊരു സാമൂഹ്യ ശാസ്ത്രമാണ്. ശാസ്ത്രങ്ങൾ തന്നെ നമ്മൾ പലതായി തിരിക്കുന്നുണ്ട്. സാമൂഹ്യശാസ്ത്രം, സോഷ്യൽ സയൻസ്. ഈ ശാസ്ത്രത്തിനെ പറ്റി പറയുന്നത് സയൻസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് നോളജ് ഇമ്പരിക്കലി അറൈവ്ഡ്, ക്രിട്ടിക്കലി ടെസ്റ്റഡ് ആൻഡ് അനലൈസ്ഡ് ഇൻറ്റു ജനറലൈസ്ഡ് ഇൻറ്റു റൂൾസ് എന്നാണ് സയൻസിന് കൊടുത്തൊരു നിർവചനം. സാന്ദർഭികമായിട്ട് വരുന്ന കുറേ അറിവുകൾ, ഈ അറിവുകളുടെ പശ്ചാത്തലത്തിൽ ഇതിനെ വിഭജിച്ച് വിമർശനാത്മകമായിട്ട് ഇതിനെ പരിശോധിക്കുന്നു. ഇതിൽ നിന്ന് രൂപം കൊള്ളുന്ന ഒരു ഏകീകൃത സ്വഭാവമുള്ള നിയമങ്ങളായിട്ടത് ക്രോഡീകരിക്കപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത അനുഭവങ്ങളെ നിരീക്ഷിച്ചും പരീക്ഷിച്ചും അപഗ്രഥിച്ചും ആചാര്യന്മാർ കണ്ടെത്തിയ കുറേ തത്വങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാഖ വളർന്നു വന്നതും വികസിച്ചതും. എന്താണെങ്കിലും ചുരുക്കത്തിൽ ഇതിൻ്റെ അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പ്രായോഗിക വശമായിട്ടുള്ള ജ്യോതിഷത്തിൻ്റെ ഉദ്ദേശം പ്രധാനമായിട്ടും ഫലഭാഗം എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും പലരും ജ്യോതിഷികളെ സമീപിക്കുന്നത് ഫലനിരൂപണത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിനൊക്കെ അനവധി സ്കന്ധങ്ങളായിട്ടും സിദ്ധാന്തങ്ങളായിട്ടും ഒക്കെ 5 സിദ്ധാന്തങ്ങളും പിന്നീടുള്ള സ്കന്ധങ്ങളൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ വിശദീകരിക്കപ്പെടേണ്ട ഒരു യോഗമല്ല. അപ്പോൾ എന്താണെങ്കിലും ഫലനിരൂപണം എന്ന് പറയുന്ന ഒരു അത്യാകർഷകമായിട്ടുള്ളൊരു വിഷയമാണ് പലപ്പോഴും ആൾക്കാരെ ജ്യോതിഷികളുടെ അടുത്തേക്ക് ആകർഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഫലനിയോഗം അല്ലെങ്കിൽ ഫലപ്രവചനം എന്ന് പറയുന്ന ഈ ശാസ്ത്രം സാധാരണഗതിയിൽ കൈകാര്യം ചെയ്യാൻ ഒരു ദൈവജ്ഞൻ എന്നാണ് പറയുന്നത് ജ്യോതിഷികൾ. ഈ ദൈവജ്ഞന് അനവധി ഗുണഗണങ്ങൾ പറയുന്നു. അതൊക്കെ പലർക്കും അറിയാം. അത് ഈ വേദിയിൽ നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമല്ല. പക്ഷേ എടുത്തു പറയേണ്ട ഒരു വിഷയം, എല്ലാ മേഖലകളിലും അപജയങ്ങൾ സംഭവിക്കുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്.
അപ്പോൾ ഈശ്വര അനുഗ്രഹവും ഗുരുക്കന്മാരുടെയും കാരണന്മാരുടെയും അനുഗ്രഹവും കൃത്യമായിട്ട് ഇല്ലാതെ നമുക്കൊരിക്കലും ഫലവത്തായ രീതിയിൽ ഒരു ഫല നിരൂപണം അല്ലെങ്കിൽ പ്രവചനം നടത്താൻ നമുക്ക് സാധ്യമാവില്ല. മാത്രമല്ല, ഈ ഫലപ്രവചനങ്ങളെ ദൃഢീകരിക്കുന്ന നിമിത്തങ്ങൾ നമുക്ക് കിട്ടണമെങ്കിലും ഈ പറയുന്ന പോലെ ഗുരുക്കന്മാരുടെയും ധർമ്മദൈവങ്ങളുടെയും കാരണവന്മാരുടെയും ഈശ്വരൻ്റെയും അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത്, ഇന്ന് നമ്മൾ പലപ്പോഴും എല്ലാ മേഖലകളിലും, ഒരു മേഖലയെ മാത്രം പറയുകയില്ല, എല്ലാ മേഖലകളിലും കൊമേഴ്സ്യലൈസേഷൻ്റെ, വാണിജ്യവൽക്കരണത്തിൻ്റെ ഒരു അതിപ്രസരം നമ്മൾ കാണുമ്പോൾ ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഫലനിരൂപണത്തിനപ്പെടുന്ന വലിയൊരു വിഭാഗം സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുകയും വഴിമാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഇത്തരം കുടുംബ സംഗമങ്ങളും ഇത്തരം വേദികളും നമുക്ക് അർത്ഥവത്താവണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടി പുനശ്ചിന്തനം ചെയ്യാനുള്ള ഒരു വേദിയായിട്ട് മാറണം. പണ്ടൊക്കെ ജ്യോതിഷം എന്നല്ല, എല്ലാ വിദ്യാഭ്യാസവും ഗുരുകുല സമ്പ്രദായത്തിലായിരുന്നു. ഗുരുവിൻ്റെ കൂടെ പോയി അനവധി സന്ദർഭങ്ങളെ കണ്ടും നിരീക്ഷിച്ചും അവരുടെ അതിനെ സമീപിക്കുന്ന രീതി അറിഞ്ഞുകൊണ്ടുമായിരുന്നു ഓരോരുത്തരും ഈ ഓരോ മേഖലയും കൈകാര്യം ചെയ്തിരുന്നത്. അത് പൂജയായിക്കോട്ടെ, വേദങ്ങളായിക്കോട്ടെ, മന്ത്രങ്ങളായിക്കോട്ടെ, ജ്യോതിഷമായിക്കോട്ടെ, വ്യാകരണമായിക്കോട്ടെ, എന്താണെങ്കിലും ഈ ഗുരുവിൻ്റെ സാമീപ്യം, ഗുരുവിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഗുരുവിൻ്റെ സമീപന രീതി എന്താണെന്ന്, അതാണ് നമ്മളവരുടെ സ്കൂൾ ഓഫ് തിങ്കിങ്. ഓരോ ഗുരുക്കന്മാരും